പരസ്യമായി പറയാൻ. ഞങ്ങൾ ഗ്രൂപ്പ് മീറ്റിംഗുകൾ നടത്തിയിരുന്നു, ഞങ്ങൾ ഗൂഢയോഗങ്ങൾ നടത്തിയിരുന്നു. അത് പലർക്കും അറിയില്ല. ആദ്യത്തെ യോഗം 2012 സെപ്റ്റംബർ 11 അബ്ദുൽ ഹഖ് സുല്ലമിയുടെ വീടിനടുത്തുള്ള മദ്രസയിൽ വെച്ച് വൈകുന്നേരം ഒരു 5 മണി മുതൽ രാത്രി 9-9:30 വരെ, ഇനി അതിൽ കൂടുതൽ ഉണ്ടാക്കിയില്ല, അത് അത്രയും സമയം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരായ അതുപോലെ പ്രധാന പ്രവർത്തകരുമായ കുറച്ച് ആളുകളെ വിളിച്ചു വരുത്തുകയും അവിടെ ഒരുമിച്ച് കൂടുകയും ചെയ്തു. നമുക്കൊരു നേതൃത്വം ഉണ്ടാകണം, ഭാവി കാര്യങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകണം, നേതൃത്വം വേണം നമുക്ക്. എപ്പോഴാ പറയുന്നത്? എപ്പോഴാ ഇത്? 2012 സെപ്റ്റംബറിൽ. ആ സെപ്റ്റംബറിൽ അബ്ദുൽ ഹഖ് സുല്ലമിയുടെ വീടിന് സമീപത്തുള്ള ആ കെട്ടിടത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. കേരളത്തിലെ വ്യത്യസ്തങ്ങളായ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടിയ ആളുകൾ എന്താ പറഞ്ഞത്? നമുക്കൊരു നേതൃത്വം വേണം, നമുക്ക് നേതൃത്വം വേണം. സീല് വെച്ചുകൊണ്ട് കുത്തുകിട്ടിയിരുന്നു അന്ന്. ലെറ്റർ പാഡ് ഉപയോഗിച്ചുകൊണ്ട് സർക്കുലർ അയച്ചുകൊണ്ട് ആരെങ്കിലും പുറത്താക്കിയിരുന്നു അന്ന്? ഇല്ല. അതിനു മുമ്പ് തന്നെ ഇവർ യോഗം കൂടി, ഇവർ പല അജണ്ടകളും ഉണ്ടാക്കി, പുതിയ നേതൃത്വം ഉണ്ടാക്കുവാൻ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിയെന്ന് ഇന്നിപ്പോൾ അവർ പരസ്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒന്നുമില്ലാതെ പോയാൽ നമുക്ക് ആളുകൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനോ അതുപോലെ തന്നെ സംശയങ്ങൾക്കും അഭിപ്രായം തേടുന്ന ആളുകൾക്കും മറുപടി പറയാനോ ഉള്ള ഒരു സംവിധാനം ഉണ്ടാവുകയില്ല എന്ന് ആലോചിക്കാൻ വേണ്ടി 2012 സെപ്റ്റംബർ 11 അവിടെ പങ്കെടുത്ത പലരുമുണ്ട്. ആളുകളുടെ പേരുകൾ ഞാൻ പറയുന്നില്ല. അബ്ദുൽ ഹഖ് സുല്ലമി അധ്യക്ഷനായിരുന്നു. പക്ഷെ അവിടെ അദ്ദേഹത്തിന് സുഖമില്ലാത്തത് കൊണ്ട് അതിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ചത്, യോഗം നിയന്ത്രിച്ചത് സുഹൈർ ചുങ്കത്തറ അവറുകളാണ്. ആ സുഹൈർ ചുങ്കത്തറയാണ് സമ്മേളനത്തിൽ ചിരിച്ചുകൊണ്ട് കടന്നു വന്നത്. നിങ്ങൾ മുജാഹിദുകളുടെ മുഖത്ത് നോക്കി ചിരിച്ചപ്പോൾ നിങ്ങളുടെ കൽബിൽ ഒളിച്ചു വെച്ച പരിഹാസം ഞങ്ങൾ കണ്ടില്ല മൗലവി. നിങ്ങളുടെ താടി അത് സുന്നത്തിന്റെ താടിയാണ് എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി മൗലവി. നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ ആളാണ് എന്ന് ഞങ്ങൾ അബദ്ധത്തിൽ ധരിച്ചു പോയി മൗലവി. ഈ രഹസ്യ മീറ്റിംഗ് നടത്തി സമ്മേളനത്തിന്റെ 3 മാസങ്ങൾക്ക് മുമ്പ് പുതിയ നേതൃത്വത്തെ ഉണ്ടാക്കി, പുതിയ സംഘടന ഉണ്ടാക്കിയിട്ടല്ലേ ആ സമ്മേളന നഗരിയിലേക്ക് ചിരിച്ചുകൊണ്ട് നിങ്ങൾ വന്നത്? മുജാഹിദിനെ നോക്കി നിങ്ങൾ പരിഹസിച്ചത്. ആ ഘട്ടത്തിലും ചില മുജാഹിദുകളെ ഞാൻ കണ്ടു. ഇവനെ വിശ്വസിക്കരുത് എന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ചില മുജാഹിദുകളെ ഞാൻ ആ സമ്മേളന നഗരിയിൽ കണ്ടു. ഇവനിൽ നിഫാഖുണ്ട് എന്ന് വരെ പറഞ്ഞ ചില ആളുകളെ കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, എന്തേ മുജാഹിദ് ഇങ്ങനെ പറയുന്നത്? റബ്ബവരെ കൊണ്ട് പറയിച്ചു, നിങ്ങളുടെ മുഖത്ത് നോക്കി പറയിച്ചു. ക്യാമറയുമായി സമ്മേളന നഗരി ഒപ്പിയെടുത്തുകൊണ്ട് കുവൈറ്റിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ അതിനു വേണ്ടി ഒരുക്കങ്ങൾ നടത്തുമ്പോ എന്റെ മുന്നിലിരിക്കുന്ന ഖാദർ ഹാജിയാണ് നിങ്ങളെ തടഞ്ഞത്. നിങ്ങളുടെ ഖൽബിൽ നിഫാഖ് സൂക്ഷിച്ചപ്പോൾ, നിങ്ങൾ കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ചപ്പോൾ അള്ളാഹു നിങ്ങളെ കുറിച്ചുള്ള വിവരം മുജാഹിദുകൾക്ക് ഇട്ടുകൊടുത്തു. മുജാഹിദുകൾ നിങ്ങളെ തടയേണ്ടി വന്നു എന്ന് ഇല്ലേ? മാന്യ സഹോദരങ്ങളെ, ഈ ആളുകളാണ് സമ്മേളന നഗരിയിൽ കറങ്ങി നടന്നത്. മുജാഹിദുകളുടെ സമ്മേളനത്തിൽ, ആ സമ്മേളന പന്തലിൽ വരാൻ നിങ്ങൾക്ക് എന്തർഹതയുണ്ടായിരുന്നു? മുജാഹിദുകൾ നടത്തുന്ന ആ സമ്മേളന നഗരിയിൽ വന്നുകൊണ്ട് മുജാഹിദുകളോടൊപ്പം നിന്നുകൊണ്ട് ഞാനും ഒരു മുജാഹിദാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തർഹതയുണ്ടായിരുന്നു? മാന്യ സഹോദരങ്ങൾ ചിന്തിക്കണം. ഈ പ്രസ്ഥാനത്തെ തകർക്കുവാൻ വേണ്ടി ഇവർ നടത്തിയ ഗൂഢാലോചനയിൽ അന്ന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? സക്കരിയ മൗലവി ആയിരുന്നില്ല. നേരെ മറിച്ച് ചൂണ്ടക്കാരന് ഹെൽപ്പ് ചെയ്യാൻ പോയ, ചൂണ്ടക്കാർക്ക് ഹെൽപ്പ് ചെയ്യാൻ പോയ സുഹൈർ മൗലവി എന്ന് പറയുന്ന മനുഷ്യനായിരുന്നുവെന്ന് കേൾക്കേണ്ടി വരുമ്പോൾ മുജാഹിദുകളുടെ ഖൽബിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിങ്ങളോട് ബഹുമാനം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ബഹുമാനത്തോട് പോലും ഞങ്ങൾക്ക് പുച്ഛം തോന്നുന്നു. ഞങ്ങൾക്ക് പുച്ഛം